ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വെച്ചിരിക്കുന്നു. ഇവിടെ നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു. ഇവിടെ മമ്മിയും പപ്പയൊക്കെ രാവിലെ റബ്ബർ വെട്ടാൻ പോയി. അച്ഛനും ഇപ്പം പോയിട്ടുണ്ട്. ഞാനും ഏതാണ്ട് ആ ഒരു സമയത്തൊക്കെയാണ് എണീറ്റത്. ഇനിയിപ്പം ഒന്നിന് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ചായ ഇടാം. അപ്പോൾ ചായ ഗ്യാസിലോട്ടൊന്ന് വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കിനി ഞാനാണെങ്കിൽ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവാണ് കേട്ടോ. അന്നേരം ആദ്യം അടുക്കളയിലൊക്കെ അതൊക്കെ ഒന്ന് തുറന്നിട്ടതിന് ശേഷം ചുമ്മാ ഒന്ന് 2 സെക്കൻഡ് അവിടെയൊക്കെ നിന്നു. എന്നിട്ട് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. എനിക്ക് നേരത്തെ ഏറ്റവും ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ അടുപ്പ് കത്തിക്കുക എന്ന് പറയുന്നത്. ഇപ്പം ചെയ്ത് അതൊരു എക്സ്പീരിയൻസ് ആയി എന്നുള്ളതാണ്. ഇപ്പോൾ പെട്ടെന്നൊക്കെ കത്തിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം അടുപ്പൊക്കെ കത്തിച്ചു. അപ്പോൾ ഇന്നലത്തെ ഇത്തിരി മീൻകറി ഉണ്ടായിരുന്നത് അടുപ്പിലോട്ട് വെച്ചു. അപ്പോഴത്തേന് ചായയൊക്കെ തിളച്ചായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ചായയൊക്കെ എടുത്ത് നേരെ സിറ്റൗട്ടിലോട്ട് വന്നിരിക്കാൻ പോകണം കേട്ടോ. ഇനിയൊരു 5-10 മിനിറ്റ്, അതായത് ചായ തീരുന്നത് വരെ കുറച്ച് സമയമൊക്കെ ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇനി കണ്ടോ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പം നമുക്കതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കിയിട്ട് അടുത്ത പരിപാടിക്കിലോട്ട് പോകാം. അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ അതിന്ന് മെഴുക്കുവരട്ടി വെക്കാമെന്ന് പറഞ്ഞാൽ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മത്തങ്ങ കറിയും കൂടെ വെക്കണം. അതിന് കുറച്ച് ചെറുപയറെടുത്ത് ഇനി വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇനി എല്ലാം അരിഞ്ഞൊക്കെ എടുക്കണം. അപ്പോൾ ഇന്ന് മത്തങ്ങ കറിയും പിന്നെ അതുപോലെ തന്നെ വരുന്നു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും, പിന്നെ ഫ്രിഡ്ജിലാണെങ്കിൽ മീൻ ഇരിപ്പുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് വെള്ളത്തിലോട്ടിടാവേ. അപ്പം ആ പരിപാടിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കാപ്പി ഉണ്ടാക്കണം. അപ്പോൾ ഇന്നലത്തെ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ദോശയും ചമ്മന്തിയാണ് കേട്ടോ ഇന്ന് രാവിലത്തേന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ഒരു സൈഡിൽ ഞാൻ കുക്കറിൽ നേരത്തെ മത്തങ്ങയൊക്കെ എടുത്ത് വെച്ചില്ലായിരുന്നു, അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അന്നേരം അവിടെ ആവുന്നുണ്ട്. അങ്ങനെ ഞാൻ 2 പേരാണ് പണിക്കാരുള്ളത്. പിന്നെ പപ്പയും അച്ഛനും എല്ലാവരും കൂടെ കൂട്ടി അത്രയും പേർക്കുള്ള ഫുഡാണ് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ദോശയും ചമ്മന്തിയും ചായയാണ് കൊടുത്തു വിടുന്നത്. പിന്നെ ആണെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ അവിടെ കുറച്ച് പഴം ഇരിക്കുന്നു. എന്നാൽ പിന്നെ അതും കൂടി കൊടുത്തു വിടാമെന്ന് വിചാരിച്ച് അതും കൂടി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കൊടുത്തു വിടുന്നുണ്ട്. അന്നേരം ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വേണ്ടി അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ പാക്ക് ചെയ്തു, അത് കൊടുത്തു വിട്ടിട്ടുണ്ട്. അച്ഛൻ പോയി. ഇനി നമുക്ക് അടുക്കള വന്നിട്ട് ബാക്കി പരിപാടി ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ നേരെ അടുക്കള വന്നു. ഇനി വെണ്ടയ്ക്ക അരിയണം. കറി ഫ്രിഡ്ജിൽ കുക്കറിൽ അടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വെണ്ടയ്ക്കയെല്ലാം പെട്ടെന്ന് ശടവടേന്ന് അരിഞ്ഞെടുക്കാം. ഞാനാണെങ്കിൽ മീൻ ഒട്ടിക്കഴുവാൻ എനിക്ക് ഭയങ്കര പാടായതുകൊണ്ട് അമ്മച്ചിയുടെ കയ്യിലോട്ട് കൊടുത്ത് അതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ വറുത്തിട്ടുണ്ട്. കാരണം ഞാൻ കറി വെക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവുന്നതായിട്ട് തോന്നിയില്ല. ഇവിടെ മമ്മിയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ്. അപ്പം ഞാൻ കറി വെച്ചില്ല. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ കറി അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് കടുക് വറുത്തിടാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേന് ചോറ്, മീൻ വറുത്തത്, അതുപോലെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, അച്ചാറ്, അതുപോലെ മത്തങ്ങ കറിയാണ് പണിക്കാർക്ക് കൊടുത്തിരുന്നത്. അതുപോലെ മമ്മിക്കാണെങ്കിൽ മമ്മി ഇതിന് വന്നതിന് ശേഷം തൊഴിലുറപ്പിന് പോയിട്ടുണ്ടായിരുന്നു. മമ്മിക്ക് ഫുഡ് കൊടുത്തിടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ തോരനും കൂടെ മമ്മിക്ക് കൂട്ടി അതിൽ 2ഉം കൂടെ പാക്ക് ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോവാം. ഞാൻ ഫുഡ് കഴിച്ച് അപ്പൂസിനും ഫുഡ് കൊടുത്തതിന് ശേഷം അപ്പൂസിനെ നേരെ മമ്മിയുടെ അടുത്തോട്ടാക്കും. അവിടെ നിന്നിട്ട് ഞങ്ങൾ പണിക്കാരെടുത്ത് പോയി അവർക്ക് ഫുഡ് കൊടുത്തിട്ടാണ് ഞാൻ ക്ലാസ്സിന് പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തുണിയൊക്കെ ഫ്രണ്ടിൽ കഴുകിയിട്ടതുണ്ടല്ലോ, അച്ഛൻ പോയി അതെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഇനിയിപ്പോൾ ഞാൻ റെഡി ആവാനൊക്കെ പോവാണ് കേട്ടോ. അപ്പം ബേസിക്കായിട്ട് ഞാൻ എന്നും ചെയ്യുന്ന കുഞ്ഞു കുട്ടി മേക്കപ്പാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നും ഞാൻ കുളിച്ചിട്ടൊന്നുമല്ല ക്ലാസ്സിന് പോകുന്നത്. ഇന്നെന്തോ തോന്നി അങ്ങനെ കുളിച്ച് ഫ്രഷായി ക്ലാസ്സിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വലിയ കാര്യമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞത് കേട്ടോ. അങ്ങനെ അപ്പൂസിനെ റെഡിയാക്കി ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ധൃതി വെക്കുന്നുണ്ടായിരുന്നു അച്ഛൻ ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ പോകാൻ പോവാണ്. ക്ലാസ്സിന് പോവാണ്.
അമ്മത്തിയുടെ അടുത്ത് പോകുന്നു, ഞാൻ ക്ലാസ്സിൽ പോകുന്നു, ആദ്യത്തെ പണിക്ക് പോകുന്ന ഇനി പണിക്കാർക്ക് ഫുഡ് കൊടുക്കാം. ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ, അപ്പോൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി ആദ്യം അങ്ങോട്ട് പോയിട്ട് പിന്നെ അവിടെ തന്നെ നേരെ ക്ലാസ്സിൽ വന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരെയായിരുന്നു ഇന്നത്തെ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ആ പോകുന്ന വഴിയിലുള്ള ഒരു കുഞ്ഞു കാഴ്ചയാണ് കേട്ടോ ഇത്. ഈ കൈതത്തോട്ടോ അത് തന്നെ. അപ്പം നല്ല രസമല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പുല്ലൂരോട്ട് പോകുന്ന സൈഡ് ഫുള്ള് ഇതാണ്, നല്ല ഭംഗിയായത് അറേഞ്ച് ചെയ്ത്. ആ ഒരു കൃഷി അടിപൊളിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ സൈറ്റിൽ പോയി, അവർക്കൊക്കെ ഫുഡ് കൊടുത്തു. ഇപ്പം ഞാൻ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ പത്തനാപുരം ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തുവാ പഠിക്കുന്നതെന്ന്. ഞാൻ തയ്യലാണ് കേട്ടോ പഠിക്കുന്നത്, തയ്യൽ, എംബ്രോയിഡറി, ആരി വർക്കും എല്ലാം കൂടെ. കറണ്ട് ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ, അതെന്തൊക്കെ പണി നടക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആരി വർക്കും എംബ്രോയിഡറി ഒക്കെ ആയിട്ട് മാറി മാറി ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്. ആരി വർക്കിൽ ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എംബ്രോയിഡറി ഓരോ സ്റ്റിച്ചസ് ഇങ്ങനെ പഠിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം തയ്യൽ കുറച്ച് ദിവസത്തേന് ഇങ്ങനെ മാറ്റുന്നുണ്ട്. പക്ഷേ ഒരു സൈഡിൽ കൂടെ ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ വന്നിട്ടിരുന്ന് കുറച്ച് ചെറുതായിട്ടൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുതിയ മെഷീനൊക്കെ വാങ്ങിച്ചായിരുന്നല്ലോ, അതപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഷോർട്സിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുമെന്ന് ചോദിച്ച് എനിക്ക് 2 മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ആദ്യം ഞാനൊന്ന് പഠിക്കട്ടെ, അതൊന്ന് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ചെയ്യാമേ. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരുപാട് ടയേർഡായിപ്പോയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു മധുരം കഴിക്കാനൊക്കെ തോന്നി. അപ്പോൾ 10,030 രൂപയ്ക്ക് ഷാർജ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് ആ കടയിലൊന്ന് വന്നതാണ് കേട്ടോ. എങ്ങനെയുണ്ട്, നോർമൽ ഷാർജ തന്നെ ആണോ, ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയണം. പിന്നെ നമ്മുടെ ആ ഒരു ടയേർഡ് ഇങ്ങനെയുള്ള ഒരു ബാഡായിട്ടിരിക്കുന്ന മൊമെൻറ്റിൽ എനിക്കിതുപോലെ മധുരമൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു മൂഡൊക്കെ ചേഞ്ച് ആവാൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഷാർജ കുടിച്ചു. അപ്പോൾ തന്നെത്താനെ പോയി ഇതാ ഒരു ഐസ്ക്രീമൊക്കെ എടുത്തിട്ട് ഇതാ കഴിക്കുന്നുണ്ട്. നല്ല ഷാർജ ആയിരുന്നു കേട്ടോ. അത് നമ്മൾ 10-80 രൂപയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന അതേ ഷാർജ 30 രൂപയ്ക്ക് കിട്ടുന്നു. അപ്പോൾ ചെറിയ ഗ്ലാസ് ആയിരിക്കും. ഷാർജ കുടിച്ചോയെന്ന് ചോദിച്ചാൽ കുടിച്ചു എന്നുമായി. എന്നാൽ ഒരുപാടുണ്ടോയെന്ന് ചോദിച്ചാൽ അതുമില്ല, പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ വീടിൻ്റെ അതുവഴിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ആ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഇന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് മുറിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെന്നാൽ കേക്ക് മുറിക്കുന്നതൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് എല്ലാവരുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ട് കയറി. ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല ടയർഡായിരുന്നു. വീട്ടിൽ വന്നിട്ട് എനിക്കൊന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അവിടെ വരെ വന്നതല്ലേ, അതുകൊണ്ട് കേക്കൊക്കെ മുറിച്ച് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് കുറച്ച് നേരം എല്ലാവരോട് കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ കസിൻസിനെയൊക്കെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. അങ്ങനെ അവരോടൊക്കെ കാര്യം പറഞ്ഞു. പിന്നെ എൻ്റെ ചേച്ചി വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. അങ്ങനെ അവിടുന്ന് പായസമൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോരുന്നത്. അങ്ങനെ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ച് സമയമായി വന്നിട്ട്. എന്താ ലേറ്റായെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്താ ലേറ്റായെന്ന് ചോദിച്ചാൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് കയറിയതായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ കയറിയിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ഫുൾ ഡേ മൈ ലൈഫ് എടുക്കണമെന്ന് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പറ്റുവാണെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാം. അന്നേരം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നും എനിക്കറിയത്തില്ല. എന്നാലും എൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പം കൂടുതലും ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ എന്നും ഇങ്ങനെയാണെന്ന് വെച്ചാൽ അതുമല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യാൻ അടുത്തൊരു വീഡിയോ ഇട്ട് വരാം. അതുവരേക്കും ബൈ.